ട്ടെ ഉപദേശങ്ങൾ നിന്നിട്ട് കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താനും പാടുപെടുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ നാം വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. വഴിക്ക് വഴിയായി ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അൽ മുആമലാത്ത് എന്ന വിഷയമാണ് എന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. മുആമലാത്ത് എന്നത് ഇടപാടുകൾ എന്നാണ് അതിന് പദാർത്ഥമെങ്കിലും നാം സമ്പാദിക്കുന്ന സമ്പാദ്യം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ഹലാലായതായ തയ്യിബാത്തായ ഭക്ഷണങ്ങളായി സമ്പാദ്യങ്ങളായി മാറുക. അതിനുവേണ്ടി റബ്ബ് പറഞ്ഞ ലൈനിൽ കൂടി നാം സമ്പാദിക്കാൻ പാടുപെടുക. അതിനുവേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയിലൂടെ നാം ഭക്ഷണം കഴിക്കുവാനും അപ്രകാരം ഹലാലായത് ഹലാലായി കാണുവാനും ഹറാമായ വിരോധിക്കപ്പെട്ടത് വിരോധിക്കപ്പെട്ടതായി കാണുവാനും പഠിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധ ചെലുത്തുക. ഇതൊക്കെയാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അൽ മുആമലാത്തി എന്ന സബ്ജക്റ്റ് കൊണ്ട് വിവക്ഷ. അതേ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നാം മുഖവുരകൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലൂടെ നടത്തിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കാം. ആ മുഖവുരകളിലൂടെ നാം തയ്യിബാത്ത്, അല്ലാഹ് ഹലാലാക്കിയത്, ശുദ്ധിയായതായത്, നല്ലത് എന്ന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന അതാണ് തയ്യിബാത്ത്. നല്ലതിൻ്റെ വിപരീതമാണ് ഖബീസാത്ത്. അള്ളാഹു പറയുന്നു ഖുർആനിൽ നബിയുടെ പ്രത്യേകതയായും കൊണ്ട് അവരിവിടെ നിയോഗിക്കപ്പെട്ടത് യുഹില്ലു ലക്കുമുത് തയ്യിബാത്ത് വ യുഹർരിമു അലൈക്കുമുൽ ഖബായിസ്, അല്ലെങ്കിൽ യുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വ യുഹർരിമു അലൈഹിമുൽ ഖബായിസ്. തയ്യിബാത്ത് ഹലാലാക്കുവാൻ, നല്ലത് ഹലാലാക്കുവാൻ, ഖബീസാത്ത് വെടക്ക് നീചമായത്, തിന്നാൻ പാടില്ലാത്തത്, ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഹറാമാക്കാൻ. ഇത് നാം പഠിച്ചു വരുന്ന ഭാഗമാണ്. എന്നാൽ എന്തൊക്കെയാണ് ഹറാം, എന്തൊക്കെയാണ് ഹലാൽ എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നതിന് മുമ്പായി നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ജീവനെ നിലനിർത്താൻ അനിവാര്യമായത് മാത്രം മതി എന്ന ശൈലിയാണ് ഇസ്ലാമിനുള്ളത്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീറ്റ പറഞ്ഞപ്പോൾ, ഭക്ഷണം പറഞ്ഞപ്പോൾ കുലു വശ്റബു വല തുസ്രിഫു, കുലു വശ്റബു വല തുസ്രിഫു, നിങ്ങൾ തിന്നുക, കുടിക്കുക, അമിതമാക്കരുത്, വേസ്റ്റാക്കരുത് എന്ന പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിപ്പോൾ ഗൾഫിലിരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് കയറൂല, അല്ലേ? കാരണം നാം സ്വയം വേസ്റ്റാക്കിയിട്ടും വേസ്റ്റാക്കുന്നവരെ കണ്ടിട്ടും വേസ്റ്റ് തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടും നാം വേസ്റ്റല്ല എന്ന നിഗമനത്തിലേക്ക് എത്തിപ്പോയ രൂപമാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അതൊന്നും വേസ്റ്റല്ല എന്ന് തോന്നുന്ന രൂപമാണ്. അതേസമയത്ത് ദാരിദ്ര്യരുടെ ജീവിതത്തിലേക്കും ഒന്നുമില്ലാതെ ജീവിക്കുന്ന, പട്ടിണി കിടക്കുന്ന, പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്കുമെല്ലാം നാം കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതിൻ്റെ യാഥാർത്ഥ്യം വേസ്റ്റ് എന്ന റബ്ബ് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇസ്റാഫ് ചെയ്യുന്നവരെ, തബ്ദീർ ചെയ്യുന്നവരെ, അഥവാ വേസ്റ്റാക്കുന്നവരെ, അമിതമാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ലാ തുബദീർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി ഗഫൂറാ. ലാ തുബദ്ദിർ തബ്ദീറ, നീ വേസ്റ്റാക്കരുത്, റബ്ബിൻ്റെ കൽപ്പനയാണ്. സൂറത്തുൽ ഇസ്രായിൽ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, വേസ്റ്റാക്കുന്നവർ പിശാചുകളുടെ സഹോദരന്മാരാണ്. വകാന ശൈത്താനു, പിശാചാരാണെന്നറിയാമോ? ലിറബ്ബിഹി ഗഫൂറ, അവൻ ആ പിശാച്ച് അവൻ്റെ നാഥൻ, നമ്മുടെ നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ നന്ദികേട് കാട്ടുന്ന ആളാണ്. അങ്ങനെയുള്ള നന്ദികേട് കാട്ടുക എന്നതിൽപ്പെട്ടതാണ് ഇസ്റാഫാക്കുക, അമിതമാക്കുക, തബ്ദീർ നടത്തുക, വേസ്റ്റാക്കുക എന്ന്.
ഇത് നാം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നടപ്പാക്കും പോലെ ഭദ്രമായ പള്ളി കെട്ടണം, ഭദ്രതയുള്ള വീട് കെട്ടണം, നല്ല നമുക്ക് അനുവാര്യമായ കാറ് വാങ്ങണം. അതൊക്കെ നമുക്ക് കാശുണ്ടെങ്കിൽ ചെയ്യാം. അവിടെയെല്ലാം എന്ത് ചെയ്യരുത്? പേരും പെരുമയ്ക്കും വേണ്ടി 1 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങാൻ പറ്റുമെങ്കിൽ ലക്ഷത്തിന് വാങ്ങുന്നതിന് പകരം 10 ലക്ഷത്തിൻ്റെ കാറ്. എന്തിനാണ്? പേരും പെരുമയും കിട്ടാൻ. കാണാൻ വരെ നല്ല കോലം ഉണ്ടാവില്ല. ചില കാറിൻ്റെ കോലമൊക്കെ കാശ് പറയുമ്പോഴാണ് കേൾക്കുക, ഓ വലിയ വിലയാണ് കാറിന് എന്ന്. പക്ഷെ കണ്ടാൽ നമുക്കൊരു മതിപ്പ് തോന്നൂല. പിന്നെ എന്തിനാ അത് വാങ്ങുന്നവർ വാങ്ങാറുള്ളത്? പേരും പെരുമയും. അതുകൊണ്ട് റസൂലുള്ളാഹി വസ്ത്രധാരണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടല്ലോ. എന്ത്? ഈ ശുഹ്റയുടെ വസ്ത്രം ധരിക്കുന്നവരെ പരലോകത്തിൽ അതിലൂടെ ശിക്ഷിക്കപ്പെടും, അവർ ശപിക്കപ്പെട്ടവരാണ്. ശുഹ്റയുടെ വസ്ത്രം എന്ന് പറഞ്ഞാലോ, പേരെടുത്ത ചില രാഷ്ട്രങ്ങളിലേക്ക് ചേർത്ത് പറയുന്നതായ സാരി, ചില രാഷ്ട്രങ്ങളിലേക്ക് ചേർത്ത് പറയുന്നതായ വസ്ത്രം. ആ വസ്ത്രത്തെ ഒരു പക്ഷേ ധരിച്ചവൾ ധരിക്കുന്ന വേളയിൽ അവൾ അത് ധരിക്കുന്നത് ഭംഗിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കാണാൻ ചൊങ്കുള്ളത് കൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ പ്രശസ്തി കിട്ടണം, പേരും പെരുമയും കിട്ടണം. ജനങ്ങളോ ജപ്പാനിൽ നിന്ന് വന്ന വസ്ത്രം, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ USA നിന്നിട്ട് വന്നത് എന്ന് പറയണം. അപ്പോൾ അത് കാരണത്താൽ എന്തുണ്ട്? അതിന് വിലയും കൂടുതലുണ്ട്. അതേ സമയത്ത് അതിൻ്റെ 10% കാശ് കൊണ്ട് നമുക്ക് ഭദ്രമായ നല്ല ഭംഗിയുള്ള ചൊങ്കുള്ള വസ്ത്രം ധരിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ശുഹ്റത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നവർ ശപിക്കപ്പെട്ടവർ, അവർ പരലോകത്തിൽ ശിക്ഷിക്കപ്പെട്ടവർ എന്നൊക്കെ നാം ഇവിടെ പഠിച്ചത്. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ നമ്മുടെ വിഷയം വേസ്റ്റാക്കുക എന്നതല്ല. വിഷയം തയ്യിബാത്ത് കഴിക്കണം, ഖബീസാത്ത് ഒഴിവാക്കണം എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തിന്നുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലിയുണ്ട്. മാ മലഅ ഇബ്നു ആദമ വിആഅൻ ശർറൻ മിൻ ബത്നിഹി. ആദമിൻ്റെ സന്തതികൾ ഒരു സാധനത്തെയും നിറഞ്ഞിട്ടില്ല, ആ നിറക്കലിലൂടെ അവൻ അത് ദ്രോഹമുള്ള നിറക്കൽ നിറച്ചിട്ടില്ല. മിൻ ബത്നിഹി, അവൻ്റെ പള്ള നിറക്കും പോലെ. എന്ത് നിറച്ചാലും പള്ള നിറക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രോഹം പോലത്തെ ദ്രോഹം ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അല്ലേ? പള്ള നിറച്ചാൽ ഉറക്കം തന്നെ വരില്ല. ആവശ്യമില്ലാത്ത വേസ്റ്റാക്കിയ നിറക്കൽ നിറച്ചു കഴിഞ്ഞാൽ അപ്പോൾ പള്ള നിറക്കുമ്പോൾ, അമിതമാക്കുമ്പോൾ തീറ്റയിൽ, അതുകൊണ്ടുണ്ടാകുന്നതായ ദ്രോഹം പോലോത്തതായ നിറയൽ വേറെ എന്തും അവൻ നിറച്ചിട്ടില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ബിഹസ്ബി ഇബ്നി ആദമ ലുഖൈമാതിൻ യുഖിംന സുൽബ. ഓർമ്മയിൽ വരുന്നതായ ഹദീസുകളാണ് ഈ വിഷയത്തോട് ബാധിക്കുന്നത്. ആദമിൻ്റെ സന്തതികൾക്ക് മതി ലുഖൈമാതിൻ, ചില ലുക്മ. ഇതാണ് ഒന്ന്, ഇത് ലുക്മ, രണ്ടാമത്തെ ലുക്മ, മൂന്നാമത്തെ ലുക്മ. ഇപ്പോൾ പെട്ടെന്ന് അറബിയിൽ നമുക്ക് കണ്ടു പരിചയമുള്ളതാണല്ലോ, ഒരു പിടി തീറ്റ. ലുഖൈമാതിൻ, കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ളതായ ലുഖൈമാത്തുകൾ. യുഖിംന സുൽബ, അവൻ്റെ നടുയെല്ലിനെ പിടിച്ചു നിർത്താൻ, വീണുപോകാതിരിക്കാൻ. എന്തുകൊണ്ട്? പട്ടിണി കാരണത്താൽ. അപ്പോൾ പട്ടിണിയെ മാറ്റാൻ അനിവാര്യമുള്ള ഭക്ഷണം അവന് മതിയാകുന്നതാണ് എന്നല്ലാതെ എപ്പോഴും ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ സ്ഥിതി അതാണല്ലോ. നാം ഇങ്ങനെ എണ്ണി സാധാരണ പറയാറുള്ളത് പോലെ നമ്മുടെ നാട്ടിലൊക്കെ, ഇവിടെയും നാം വന്ന ശേഷം നാം ഒഴിവാക്കിയിട്ടില്ല. രാവിലെ ഒരു ഭക്ഷണം നന്നായി 1-ാം നമ്പർ എന്താണ് രാവിലെ നടത്തുന്നതിൻ്റെ പേര്? നാസ്ത ആക്കാന്നൊക്കെ പറഞ്ഞാൽ ഇത്ര അട്ടിയിലാണ് പത്തിരി കൊണ്ടുവെക്കുക അല്ലേ? എന്നിട്ട് അതോടുകൂടി ഞങ്ങൾ ഒരു വലിയ പാത്രത്തിൽ ചായയും, ഒരു ഗ്ലാസ്സൊന്നുമല്ല ചായ, കൃഷിക്കാർ തിന്ന തീറ്റയാണത്. മനസ്സിലായില്ലേ? അതൊക്കെ കാണുമ്പോൾ ഇൻഷാ അല്ലാ ഇദ്ദേഹത്തിന് ഇന്ന് രാത്രി വരെ മതിയാകും ഇതോടുകൂടി എന്ന് തോന്നിപ്പോകും. അല്ല, 10 മണിയാകുമ്പോൾ വേറെ ഒരു കത്തലറക്കലും കൂടിയുണ്ട്. വേറെ 10 മണിയായാൽ കത്തി വയറ്, ഉടനെ തന്നെ കത്തി, പിന്നെ ഒരു കത്തലറക്കലും. എന്നിട്ട് 12 മണി 1 മണിയാകുമ്പോൾ പിന്നെയും എന്താണ്? വലിയ തീറ്റ അല്ലേ? പിന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന് അകത്തായിട്ട് വൈകുന്നേരം ചായ, പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വേറെയും തീറ്റ. ഇതൊക്കെ
ഔദ്യോഗിക തീറ്റയാണ് ഈ പറഞ്ഞത്. അതല്ലാതെ വേറെ നാൽക്കാലി മൃഗത്തിനോട് തുല്യതയുള്ളതായ ഏത് ആടിനെ നോക്കിയാൽ തൊള്ള എനിക്ക് കൊണ്ടേയിരിക്കും. ഒന്നും ഇല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തെടുത്തിട്ട് മൂപ്പര് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തീറ്റിക്കൊണ്ടേയിരിക്കുന്ന സമ്പ്രദായം വേറെയുമുണ്ട്. സഹോദരിമാരെ കുറിച്ച് പറയപ്പെടാറുണ്ട്, സഹോദരന്മാരും കുറവല്ല. അതിൽ എന്ത് ഹറമിലേക്കൊക്കെ വരുമ്പോൾ ഈ ഫിസ്ഫിസുമായിട്ട് വരലാണ്, ഈ കൊറിക്കാൻ പറ്റുന്ന സാധനവുമായിട്ട് വരലാണ്. എന്നിട്ട് അവിടെ അടിക്കുന്ന സഹോദരിമാരുടെ ആക്ഷേപം ഈ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ആ വേസ്റ്റായ ഭാഗങ്ങളെ ക്ലിയർ ആക്കാൻ വേണ്ടി പുരുഷന്മാരുടെ ഭാഗത്തേക്കാളും പ്രയാസം സ്ത്രീകൾ ഹറമിൽ മക്കത്താവട്ടെ മദീനത്താവട്ടെ നമസ്കരിക്കുന്ന ഭാഗമാണ് എന്നത് നമുക്ക് കേട്ട് പരിചയമുള്ള ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരെ മാത്രം കുത്തി പറയുന്നതല്ല, സ്ത്രീകളിൽ മൊത്തമുള്ളതായ വീഴ്ചയാണ്. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരായ സ്ത്രീകൾ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ പോലോത്തവരൊക്കെ മതഭക്തരായി ജീവിക്കുന്നവരായതുകൊണ്ട് പള്ളിയുടെ മര്യാദ, പള്ളിയിൽ പോവുകയാണെങ്കിൽ പഠിച്ചവരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് അവർ നടപ്പാക്കുന്നുണ്ടായിരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. പള്ളി ആരാധനക്കുള്ള, ദിക്റിനുള്ള, തസ്ബീഹിനുള്ള, തഹ്ലീലിനുള്ള, ഖുർആൻ പാരായണം ചെയ്യാനുള്ള, അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാധനകൾ നമസ്കാരം പോലോത്തതിലൂടെ സമർപ്പിക്കാനുള്ള സ്ഥലമാണ്. വെറും തീറ്റയ്ക്ക് മാത്രമുള്ളതല്ല. നിർബന്ധിത അവസ്ഥയിൽ തീറ്റ തീറ്റ തെറ്റുമില്ല എങ്കിലും അതിലൂടെ പള്ളി വടക്കാവരുത്, പള്ളിയിൽ അഴുക്കുണ്ടാവരുത്, പള്ളിയുടെ പവിത്രതയ്ക്ക് വിപരീതമാവരുത്. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇന്നത്തെ യുഗം പണ്ടത്തെ യുഗത്തിലുള്ള പള്ളി പോലെയല്ലല്ലോ. പണ്ടുള്ളതായ കാലഘട്ടത്തിൽ ഞാനിവിടെ വരുമ്പോൾ വരേക്കും മദീനത്തെ പള്ളിയുടെ നല്ലൊരു ഭാഗം മുമ്പിലും മധ്യത്തിലും ബാക്കിലും എന്താണ്, ചരൽക്കല്ലാണ്. ചരൽക്കല്ല് കൊണ്ട് വിതരപ്പെട്ട സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് മഗ്രിബാകുമ്പോഴാണ് വിരിപ്പതിൻ്റെ മീതെ വരിക. അല്ലാതെ രാവിലെ മുതൽ അസ്ർ വരേക്കും എന്തായിരിക്കും, അവിടെ തുറന്നു കിടക്കും. എന്താണ്, ജനങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റില്ല ചൂടിൻ്റെ കടുപ്പം കൊണ്ട്. അതല്ലല്ലോ ഇപ്പോൾ എല്ലാം മാർബിളാണ്, എല്ലാം ക്ലിയറാണ്. അപ്പോൾ എന്ത് വേണ്ടി വരും, സൂക്ഷ്മത എത്രത്തോളം പറയപ്പെടാറുണ്ട്. വേസ്റ്റായ അഴുക്കായ പെമ്പേഴ്സ് പോലത്തതായ കുട്ടികളുടെ അഴുക്കുകളെല്ലാം ഉള്ളത് പള്ളിയിൽ വലിച്ചെറിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. അപ്പോഴെങ്കിലും പുറത്തു പോയിക്കൂടെ? എല്ലാവരെ കുറിച്ചൊന്നല്ലാതെ അങ്ങനെ ചെയ്യുന്നവരും കൂട്ടത്തിലുണ്ട് എന്നാണ്. അള്ളാഹു അവരൊക്കെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അപ്പോൾ തീറ്റയ്ക്ക് ഒരു അതിരില്ലാത്തതായ തീറ്റ ഇസ്ലാം വിരോധിച്ചതായ തീറ്റയാണ്, പാടുള്ളതല്ല എന്നതാണ് ഇതുവരെ പറഞ്ഞതിലിട്ട് മനസ്സിലാക്കിയത്. അതെ, ثلاث مهلكات للأنام وداعية الصحيح إلى السقام. ثلاث مهلكات للأنام. 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ച് കളയും. ഭൗതികമായ പ്രശ്നങ്ങളാണിത്, മതപരമായിട്ട് ബന്ധമുള്ളത്. ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. വദാഇയത്തു സഹീഹി, ആരോഗ്യമുള്ള ആളെ അത് തള്ളിക്കൊണ്ടുപോകും ഇല സഖാമി, രോഗത്തിലേക്ക്. ആരോഗ്യമുള്ള ആളുടെ ആരോഗ്യം മാറിയിട്ട് രോഗമായി മാറും. എന്തൊക്കെയാണത്? ദവാമു മുദാമത്തിൻ വദവാമു വത്ഇൻ വഇദ്ഖാലു الطعام على الطعام. ദവാമു മുദാമത്തിൻ വദവാമു വത്ഇൻ വഇദ്ഖാലു الطعام على الطعام. ദവാമു മുദാമ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി കുടിച്ചുകൊണ്ടേയിരിക്കുക, കള്ളുകുടിയൻ. ആണാവട്ടെ പെണ്ണാവട്ടെ, ലഹരി. ഇത് വരുന്നുണ്ട്, നമ്മൾ ഖബീസാത്ത് പറയുമ്പോൾ വിശദമായിട്ട് കേൾക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹലാലായ സമ്പർക്കം തന്നെ സ്ഥിരമായി ഉണ്ടാവുക, അതും ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മുടെ വിഷയം അലത്താമി, തീറ്റയുടെ മീതെ തീറ്റ. ഇദ്ഖാലുത്താമി അലത്താമി. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, ഇൻകാന വലാ ബുദ്ദ, അഥവാ നിർബന്ധമായി തീറ്റ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ള ഹദീസാണ്. എന്നിട്ട് വിഷയത്തിലേക്ക് നീങ്ങാം. സുലുസുല്ലി തആമിഹി, അവൻ്റെ പള്ളയെ, അവൻ്റെ ആമാശയത്തെ അവൻ 3 ഓഹരി വെക്കട്ടെ. എന്നിട്ടോ ഒരു ഭാഗം അവൻ ഭക്ഷണത്തിലാക്കി മാറ്റട്ടെ. സുലുസുല്ലി തആമിഹി സുലുസുല്ലി ശറാബിഹി, മറ്റൊരു ഭാഗം പാനീയത്തിനുമാക്കട്ടെ. സുലുസുല്ലി നഫസിഹി, 3ാമത്തെ ഭാഗം അവൻ ഒഴിവാക്കി വെക്കുക. എന്തിനാണ്? ശ്വാസം കഴിക്കാൻ. ഇല്ലെങ്കിൽ ഈ ശ്വാസം കഴിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഏമ്പൾ കേടലും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവലും. ഫുള്ളാകുമ്പോൾ
മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന ശൈലി സുബ്ഹാനല്ലാഹ് ഞാനിവിടെ പറഞ്ഞു. പണ്ടൊരു കാലഘട്ടത്തിൽ പലപ്പോഴും പറഞ്ഞതാണ് ഞാനിവിടെ. എൻ്റെ അനുഭവമാണ് സൗദി അറേബ്യയിൽ ഉണ്ടായ കാലഘട്ടത്തിൽ. വന്ന ശേഷം 10-30ഓളം വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം USA-യിൽ, അമേരിക്കയിൽ, എവിടെയാണെന്ന് ഓർക്കുന്നില്ല, ന്യൂയോർക്കിലോ മറ്റോ ഒരു വലിയൊരു സഹി ആരോഗ്യ കോൺഫറൻസ് നടന്ന സന്ദർഭത്തിൽ അവിടെ കോൺഫറൻസ് ഹാളിൻ്റെ പുറത്ത് ഓരോ നല്ല നല്ല വചനങ്ങൾ, ആരോഗ്യപരമായ വചനങ്ങൾ, വാക്കുകൾ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ശ്രദ്ധിക്കുക, അക്കൂട്ടത്തിൽ എന്തുകൂടി കണ്ടു? ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആമാശയം, വയറ്, പള്ള ഫുള്ളാക്കി കഴിക്കരുത്, അതിനെ 3 ഓഹരിയാക്കി മാറ്റി കഴിക്കണം എന്ന നാം ഇപ്പോൾ കേട്ട ശൈലി എഴുതി കണ്ടു ഒരു ക്രിസ്തീയ ഡോക്ടർ, ഒരു അമേരിക്കൻ ഡോക്ടർ. ഇത് കണ്ടപ്പോൾ ഇത് ആരുണ്ടാക്കി, ആരെഴുതി എന്നത് പഠിക്കാൻ വേണ്ടി മൂപ്പര് ശ്രദ്ധ ചെലുത്തിയപ്പോൾ താഴെ എഴുതി കണ്ടു മുഹമ്മദാണ് പറഞ്ഞ ആള്. അങ്ങനെ മൂപ്പര് മുഹമ്മദ് ആരാണെന്ന് പഠിച്ചു. അങ്ങനെ മുഹമ്മദിനെ പഠിച്ചപ്പോൾ പിന്നെ മതം പഠിക്കേണ്ടി വന്നു. മതം പഠിച്ചപ്പോൾ മതം അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു. മതത്തിൻ്റെ നന്മകൾ അങ്ങനെയാണല്ലോ, അല്ലാഹ് ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിം ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഇപ്പോൾ എപ്പോഴും കേട്ട് പരിചയമുള്ള പദമാണെങ്കിലും, നാം കേട്ട് മടുത്ത് നടപ്പാക്കാതെ പരിചയമുള്ള പദമാണെങ്കിലും, പദമാണെങ്കിലും തെറ്റിയോ? നടപ്പാക്കാതെ പരിചയമുള്ള പദമാണെങ്കിലും ഈ പദം ആദ്യമായിട്ടൊരു മനുഷ്യൻ അവിടുന്ന് കേട്ടപ്പോൾ അത് കാരണത്താലെ മൂപ്പര് മുസ്ലിമായി എന്നാണ്. അതിൻ്റെ വില മനസ്സിലാക്കിയത് കൊണ്ട്, അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടത് കൊണ്ട് നമുക്കും നടപ്പാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും വേസ്റ്റാക്കരുത് എന്ന പദം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. വേസ്റ്റാക്കുക എന്നത് മഹാ അപകടമാണ്. രാവിലെ ഒരു കീസ് കയറുക, വൈകുന്നേരം മറ്റൊരു കീസ് ഇറങ്ങുക, ഇത് തന്നെ നമ്മുടെ ജോലിയായി മാറുക എന്നതോടുകൂടി നാം ഓർക്കണം, വേസ്റ്റാവാതെയും അതേ സമയത്ത് അവശർക്കുള്ള അവകാശവും പട്ടിണി കിടക്കുന്നവർക്കുള്ള അവകാശവും ولا يحض على طعام المسكين أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മതം കളവാക്കിയ ആൾക്കാരുടെ പ്രത്യേകത കുറിച്ച് പറഞ്ഞപ്പോൾ മിസ്കീന്മാർക്ക്, യതീമിന്, അനാഥ കുട്ടികൾക്ക്, അതുപോലെ തന്നെ മിസ്കീന്മാർക്ക് കൊടുക്കേണ്ടതായ അവകാശങ്ങളിൽ അതിൽ പ്രേരണ നൽകൂല, അതിൽ അദ്ദേഹത്തിന് ഒരു വിലയും നിലയും നൽകൂല, അതിനു വേണ്ടി പ്രയത്നിക്കൂല, പരിശ്രമിക്കൂല എന്നൊക്കെയാണ് സംസാരിച്ചത്. ഈ വിഷയവും ഇൻഷാ അല്ലാഹ് നീട്ടി വലിച്ചിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. മുആമലാത്ത് എന്ന വിഷയം സംസാരിക്കുന്ന കാലഘട്ടത്തിൽ, മുആമലാത്ത് എന്ന വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ സഹോദര സഹോദരിമാരെ, എന്നാൽ ഇന്ന് ഞാൻ ഈ വിഷയം പറയുമ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്, പല കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. നമുക്ക് എന്തൊക്കെ തിന്നാം പാടില്ല എന്ന കാര്യമാണ്. അത് പറയുമ്പോൾ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിന്നാൻ അനുവദിച്ചത്, തിന്നാൻ അനുവദിക്കാത്തത് എന്നതിനെക്കുറിച്ച് മൊത്തത്തിലൊരു നിയമമുണ്ട്. ആ നിയമങ്ങൾ പഠിച്ചിരിക്കൽ നല്ലതുമാണ്. അതെന്താണ്? നാൽക്കാലി മൃഗങ്ങളിൽ നിന്നിട്ട് കുല്ലു ദീനാബിൻ മിനസ് സിബാഇ മുഹറമ, തേറ്റയുള്ള കാടൻ മൃഗം ഏതായിരുന്നാലും അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. നെരി പോലെ, പുലി പോലത്തതായ കാട്ടിൽ മാത്രം ജീവിക്കുന്നതായ മൃഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി എതിർത്തു എന്ന് സഹീഹ് ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ മഖ്ലബുള്ള പക്ഷികളിൽ നിന്നിട്ട് നഖമുള്ള, നീണ്ട നഖം അഥവാ ശവത്തെയൊക്കെ കൈകൊണ്ട് വലിച്ചെടുത്ത് ഓഹരി വെച്ച് തിന്നാനുള്ളതായ നീണ്ട നഖങ്ങളുള്ളതായ ഏത് മൃഗങ്ങളും, അത് കാടനാവട്ടെ നാടനാവട്ടെ, അത്
തിന്നാൻ പാടുള്ളതല്ല പക്ഷികളിൽ നിന്ന്. ആദ്യം പറഞ്ഞത് ഇത് പശു, കാടൻ പശു ആവട്ടെ, തേറ്റയുണ്ടെങ്കിൽ, തേറ്റയുള്ളതായ ഏത് തേറ്റെന്ന് പറയില്ല നിങ്ങൾ? പറയില്ലേ? എന്താ നിങ്ങൾ പറയാ? എനിക്കറിയില്ല, നിങ്ങൾക്ക് വേറെ ഭാഷയുണ്ടോന്ന്. അല്ലാഹു അഅലം. ദീനാബിന് എന്താണ് മലയാളികളെല്ലാം പറയുന്ന പദം? തേറ്റം തന്നെ. ഞാൻ തെറ്റിയിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, 1934 നമ്പർ ഹദീസാണ്. അതൊക്കെ വിശദീകരിച്ച് ഇവരെ കേൾക്കാൻ പോകുന്നുണ്ട്. പിന്നെ അള്ളാഹു പേരെടുത്ത് ഹറാമാക്കിയതായ കാര്യങ്ങളുണ്ട്. പാനീയമാവട്ടെ തീറ്റയാവട്ടെ. അതിൽപ്പെട്ടതാണ് നാടൻ കഴുത. നാടൻ കഴുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഖൈബർ ദിവസത്തിൽ നാടൻ കഴുത പട്ടിണിയോട് പട്ടിണി, പ്രയാസത്തോട് പ്രയാസം, സഹാബാക്കൾക്ക് ഭക്ഷണമില്ല, നാടൻ കഴുത അറുത്താലോ എന്ന് തോന്നി. റസൂലുള്ളാഹി പറഞ്ഞു നാടൻ കഴുത പാടില്ല. അതേപോലെ കാടൻ കഴുത, കാടൻ കഴുത അറിയില്ലേ? ആ ലൈനുള്ള കഴുത, അത് അനുവദനീയമാണ്. അത് അനുവദനീയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബുഖാരിയിൽ 4219 നമ്പർ ഹദീസിലൂടെ ഒക്കെ വിശദീകരണം കേൾക്കാൻ പോകുന്നുണ്ട്. അതുപോലെ പേരെടുത്ത് പറഞ്ഞത് പന്നി, അത് നിങ്ങൾ നേരത്തെ കേട്ടതായ ആയത്തിൽ വിശദീകരണം കേൾക്കാൻ പോകുന്നുണ്ട്. ഹുരിമത്ത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ. ലഹ്മുൽ ഖിൻസീർ, പന്നിയുടെ മാംസം. അതെ. പിന്നെ അറബികൾ വെടക്കായി കാണുന്നത് മുഴുവനും, അറബികൾ മുസ്ലിങ്ങൾ പണ്ട് തന്നെ വെടക്ക് നീചമാണെന്ന് കാണുന്ന ഏത് ഹശറാത്ത് അറിയില്ലേ? പണ്ട് പ്രാണികൾ കണ്ടാൽ നാം വെറുക്കുന്ന സാധനം, നമുക്ക് തിന്നാൻ തോന്നാത്ത സാധനം, അതെല്ലാം മൊത്തത്തിൽ ഹറാമാണ്, അനുവദനീയമല്ല. കാരണം അത് ഖബീസാത്തിൽ പെടും. അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പാടില്ലാത്തത് ഖബീസാത്താണ്. എന്താ ഖബീസാത്ത് എന്ന് പറഞ്ഞാൽ? വെടക്ക്, നീചം. എന്താ തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ? നല്ലത്. അപ്പോൾ നല്ലതിന് വിപരീതമായതായിട്ട് തോന്നുന്ന. അതേസമയത്ത് ചില നാടുകളിൽ ഉടുമ്പിനോട് ചില ആൾക്കാർക്ക് വെറുപ്പുണ്ടാകും. നമുക്ക് ചിലർക്ക് വെറുപ്പുണ്ടെങ്കിലും അത് വെടക്കിൽപ്പെടുത്തിയിട്ടില്ല ഇസ്ലാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു നല്ല 1 നമ്പർ ഉടുമ്പിനെ പൊരിച്ചിട്ട് മൂപ്പര് കഴിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ആകുലു, ഞാനത് തിന്നുകയില്ല, വലാ ഉഹരിമു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ അത് ഹറാമാക്കുന്നതുമല്ല. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഇഷ്ടമുള്ളവർ തിന്നോളീൻ. ചില ആൾക്കാർക്ക് ചില നാട്ടിലുള്ള ഭക്ഷണം, അയാളെ നാട്ടിലുള്ള ഭക്ഷണം അയാൾക്ക് പിടിക്കുള്ളൂ. വേറെ നാട്ടിൽ പോയാൽ ആ നാട്ടിലുള്ള ഭക്ഷണം പിടിച്ചോളൊന്നുമില്ല. അത് ആപേക്ഷികമാണ്, അത് അയാളെ സംബന്ധിച്ചിടത്തോളമാണ്, അല്ലേ? അതുകൊണ്ട് മക്കയിൽ റസൂലുള്ള താമസിച്ച ആ ഏരിയയിൽ എന്തുണ്ടായിരുന്നില്ല? മക്ക ഉമ്മുൽ ഖുറയാണ്, പട്ടണത്തിൻ്റെ മാതാവാണ്. അവിടെ ഉടുമ്പുകളില്ല. ഉടുമ്പുകൾ ഇവിടെ മദീനയിലെത്തിയപ്പോഴാണ് ഇവിടെയുള്ളതായ പർവ്വതങ്ങളിലും പരിസരങ്ങളിലും കണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നാട്ടിലില്ലാത്തതാണ് ഇത്, അതുകൊണ്ട് എനിക്കതിനോട് ഇഷ്ടം തോന്നുന്നില്ല, തിന്നുന്നവർ തിന്നട്ടെ എന്ന് അനുവദിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത് ആപേക്ഷികമായിട്ട് ഒരാൾക്ക് വെടക്കായി കാണുന്നത് മറ്റാൾ വെടക്കായി കാണാത്തതല്ല. പിന്നെയോ ഇസ്ലാമിൽ മൊത്തത്തിൽ നിയമമുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. നിയമമില്ലെങ്കിൽ പിന്നെ അവിടെയുള്ള പൊതു നിയമം നോക്കുക. അതെന്താണ്? വെടക്കായ കാര്യങ്ങളൊക്കെ പാടില്ല. പൂച്ചയെ, എലിയെ തിന്നാൻ പാടില്ല. അതുപോലെ മനുഷ്യന് വെറുക്കുന്നതായ എന്തിനേയും തിന്നാൻ പാടില്ല. ഇനി അള്ളാഹ് അനുവദിച്ചത് ഏത് നോക്കിയാൽ, റസൂല് തിന്ന് പഠിപ്പിച്ചത് ഏത് നോക്കിയാൽ പൊതുവിൽ ബഹുഭൂരിപക്ഷം ലോകത്തിൽ വെറുക്കാത്ത കാര്യമാണ്. അങ്ങനെ തന്നെ പറയണം. എന്തുകൊണ്ട്? ചില ആൾക്കാർക്ക് മീനിനോട് ഇഷ്ടമില്ല, അങ്ങനെയില്ലേ? അതുകൊണ്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ജനങ്ങൾക്കൊക്കെ ഇഷ്ടമില്ല എന്ന് അതിന് അർത്ഥമില്ലല്ലോ. ചില ആൾക്കാർക്ക് ആട് മാംസം കണ്ടൂടാ, ചില ആൾക്കൊക്കെ പോത്ത് മാംസം കണ്ടൂടാ. അത് അയാൾക്കാണ്. അത് മൊത്തത്തിൽ എന്തല്ല, വടക്കല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതെല്ലാം തിന്നൽ ഹറാമാണ്. കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതെല്ലാം തിന്നൽ ഹറാമാണ്.
പാമ്പിനെ, തേളിനെ ദ്രോഹിക്കുന്നതിനെ കൊല്ലാൻ അള്ളാഹു കൽപ്പിച്ചു അല്ലേ? അവകളെ തിന്നലും വിരോധിക്കപ്പെട്ടതാണ്. അതെ. പിന്നെ കടലിലുള്ളതായ സാധനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിശദീകരണത്തിൽ ആ ഭാഗങ്ങൾ കേൾക്കാം. അതുപോലെ എന്താ നാം ഇപ്പോൾ പറഞ്ഞത്? കൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതല്ലേ? കൊല്ലൽ വിരോധിച്ചതും തിന്നൽ ഹറാമാണ്. ഇതുപോലെ ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല. തേനീച്ചയെ കൊല്ലാൻ പാടില്ല. തേനീച്ചയെ തിന്നാൻ പാടുണ്ടോ? പാടില്ല. ഉറുമ്പിനെ തിന്നാൻ പാടുണ്ടോ? പാടില്ല. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നതായിട്ട് നാം കേട്ടതും പഠിച്ചതും നാം ഇവിടെ തയ്യിബാത്ത് പറയുമ്പോൾ പറഞ്ഞതുമായ പഴയ കേസറ്റുകളിലൊക്കെ വിശദീകരിച്ചതുമായ ഭാഗത്തിൽപ്പെട്ടതാണ്. ബുഖാരിയിലും മുസ്ലിമിലും കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോഴി തിന്നുന്നതായിട്ട് കണ്ട വാർത്ത. അതുപോലെ തന്നെ സഹീഹിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗം ഉഹില്ലത ലനാ മൈതതാനി വദമാനി ഫഅമ്മൽ മൈതതാൻ, രണ്ട് ശവങ്ങൾ, മരിച്ച സാധനങ്ങൾ നമുക്ക് തിന്നൽ പാടില്ലാത്തതാണ്. ഏതൊക്കെയാണ്? മൈതതാൻ ഉഹില്ലത ലനാ, നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. രണ്ട് മരിച്ച സാധനങ്ങൾ അറക്കാതെ അനുവദനീയമാണ്. അറക്കാതെ മരണപ്പെട്ട രണ്ട് സാധനം നമുക്ക് തിന്നൽ അനുവദനീയമാണ്. എന്തൊക്കെയാണത്? മത്സ്യവും വെട്ടുകിളി. അർത്ഥം കിട്ടിയല്ലോ. ജറാദ് എന്ന് മൗലവി പറഞ്ഞതിൻ്റെ അർത്ഥമാണ് വെട്ടുകിളി എന്ന് നാം കേട്ടത്. ചില ആൾക്കാർ അവരുടെ നാട്ടിൽ വെട്ടുകിളി എന്ന് പറഞ്ഞോണമെന്നില്ല. പക്ഷേ മനസ്സിലാക്കി തരാൻ വേണ്ടി ഇവിടെ നമുക്ക് ചില കാലഘട്ടങ്ങളിൽ മദീനയിലേക്ക് ആഫ്രിക്കൻ ഭാഗത്തിൽ നിന്നിട്ട് യമൻ ഭാഗത്തിൽ നിന്നിട്ട് കൂട്ടം കൂട്ടമായി ജറാദ് വന്ന് ബാബുസലാമിൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നത് നാം കാണാറുണ്ട് ഇല്ലേ? ജറാദിനെ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. ആ വെട്ടുകിളി അത് അവിടെ മരിച്ചു വീണാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് കൂട്ടി നന്നായി ഫ്രൈ ചെയ്ത് തിന്നാം. തിന്നോ മലയാളികൾ തിന്നോ? പേടിയാണ് തിന്നാനല്ലേ? ചെമ്മീൻ തിന്നോ? ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് തിന്നും. എന്തുകൊണ്ട്? അത് പരിചയമുള്ളത് കൊണ്ടാണ്. ഇത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഇത് അതിനേക്കാൾ രസമാണ്. തിന്നു നോക്കി. ഇത് ജറാദ് അതിനേക്കാൾ രസമാണ് ശരിക്ക് ഇത് നാം ചെമ്മീൻ തിന്നും പോലെ തിന്നുകയാണെങ്കിൽ. പക്ഷേ വിരോധിക്കപ്പെടാറുള്ളത് ആധുനിക യുഗത്തിൽ പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ച് കാണും ചില നാടുകളിൽ. അത് കൃഷിയെ നശിപ്പിക്കുന്നുണ്ട് എന്നത് കാരണത്താൽ ആ മരുന്നുകൾ ഉപയോഗിക്കപ്പെട്ട നാട്ടിൽ നിന്നിട്ട് ഓടി വരുന്ന ജറാദുകളാണെങ്കിൽ അവകളെ തിന്നാൽ അത് കാരണത്താൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? രോഗം പിടിക്കാൻ കാരണമുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ജറാദ് തിന്നരുത് എന്ന് ഇവിടെ അനൗൺസൊക്കെ ചെയ്യപ്പെടും. എന്നല്ലാതെ ജറാദ് ഹറാമായത് കൊണ്ടല്ല. പിന്നെ അപ്പോൾ അനുവദിക്കപ്പെട്ടതായ രണ്ട് സാധനം സമക്ക്, ജറാദ്. അതുപോലെ തന്നെ രണ്ട് ചോര നമുക്ക് വിരോധിക്കപ്പെട്ടതാണ്. കബിദും തിഹാലും. എന്താണ് അതിൻ്റെ അർത്ഥം? കബിദ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അല്ലേ? കാരണം സാധാരണ നാം രാവിലെ ഹോട്ടലുകളിൽ ചെന്നാൽ ഫൂലും കബിദും എല്ലാം മിക്ക ഹോട്ടലുകളിലും കിട്ടും. അതുകൊണ്ട് കബിദ് കണ്ട് പരിചയമുണ്ടല്ലേ കരള്. പിന്നെന്താ തിഹാൽ എന്ന് പറഞ്ഞാൽ? തിഹാൽ അതിന് തൊട്ട് നിൽക്കുന്നതാണ്. എന്താണ് അതിനെ പറയാ? ശ്വാസം കഴിക്കാൻ വേണ്ടി എന്താ അതിനെ പറയാ? തിഹാൽ, പതിരി, അങ്ങനെ പറയാ. കണ്ട ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ് കേൾക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഭാഷയുണ്ടോ? ഇല്ലല്ലോ. മലയാളികളുടെ പതിരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ? തിഹാൽ.
അഹ്മദ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. അതുപോലെ തന്നെ വെള്ളത്തിലുള്ളതായ സർവ്വ ഹയവാനാത്തും അനുവദിക്കപ്പെട്ടതാണ്. ഉഹില്ല ലക്കും സൈദുൽ ബഹരി വതആമുഹു. ഉഹില്ല ലക്കും സൈദുൽ ബഹരി, നിങ്ങൾക്ക് സമുദ്രത്തിലുള്ളതായ സമുദ്രത്തിൽ നിന്നിട്ട് നിങ്ങൾ വേട്ടയാടിയെടുക്കുന്നതായ സാധനം അത് എന്താണെങ്കിലും വിരോധമില്ല. സമുദ്രത്തിൽ മാത്രം ജീവിക്കുന്നത് അനുവദനീയമാണ്. ഇത് മൊത്തത്തിൽ അവിടെ അതിൻ്റെ അകത്തുള്ളത് നായയാണെങ്കിലും വിരോധമില്ല. കടലിൻ്റെ അകത്ത് മാത്രം ജീവിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. അവർക്കും അതിൻ്റേതാകുന്ന തെളിവുണ്ട്. കാരണം റസൂൽ മൊത്തത്തിൽ പറഞ്ഞതാണ്, ഒഴിവാക്കിയിട്ടില്ല എന്നതുകൊണ്ട്. ചർച്ചയുള്ളത് അല്പസമയം കടലിൽ ജീവിക്കും, അല്പസമയം പുറത്ത് ജീവിക്കും, അങ്ങനെയുള്ളതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് എന്താണ് പൊതുവിധി നാം കേൾക്കാറുള്ളത്? ചെറുപ്പത്തിലെ മക്റൂഹാണ് എന്നാണ്. ഏത് അകത്തും പുറത്തും ജീവിക്കുന്ന ബർ മായി എന്നതിനെ പറയാ. ബർ മായി, കരയിലും കടലിലും ജീവിക്കുന്നതായ സാധനങ്ങൾ അത് തിന്നൽ മക്റൂഹാണെന്ന് പറയപ്പെടും. ഹറാമാണെന്ന് പറയാൻ നമ്മുടെ കൂടുതൽ തെളിവില്ല. കാരണം അതിൽ കടൽ ജീവികളിൽ പെട്ടതാണ് എന്നതുകൊണ്ട് എന്നതാണ് അങ്ങനെ പറയുന്നവരുടെ നിഗമനം. ഇതിലെല്ലാം വെറുപ്പുണ്ടെങ്കിൽ, തിന്നാൻ കാണാൻ വെറുപ്പുണ്ടെങ്കിൽ, വെറുപ്പ് എന്ന പേരിൽ എന്ത് കാട്ടും? കടലിലുള്ള നായ, കടലിലുള്ളതായ പാമ്പ്, അതെല്ലാം ഹറാമാണ്. എന്തുകൊണ്ട്? അത് വെറുപ്പുള്ള ഹബീസാത്ത് എന്ന ആ ഇനത്തിൽ പെടുന്നത് കൊണ്ട്. പിന്നെ ദ്രോഹമുള്ളതെല്ലാം ഇസ്ലാമിൽ ഹറാമാണ് എന്ന പൊതു തത്വം ഇസ്ലാമിലുണ്ട് എന്നതും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഏത് സാധനം തിന്നാൽ ദ്രോഹമുണ്ട് എന്ന് ഡോക്ടർമാരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിദഗ്ധന്മാരോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കലാണ് വേണ്ടത്. ചിലപ്പോൾ പ്രഷറും ഷുഗറും ഉള്ളതായ ആൾക്കാർ ഇന്നത് കഴിച്ചാൽ അദ്ദേഹത്തിന് പ്രഷർ കൂടും, ഷുഗർ കൂടും, അത് കാരണത്താൽ അദ്ദേഹത്തിന് രോഗം വർദ്ധിക്കും. അദ്ദേഹത്തിന് രോഗം വർദ്ധിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ആരാധനയെ ബാധിക്കും. അദ്ദേഹത്തിൻ്റെ ബാധ്യതയാകുന്ന നിർബന്ധമാകുന്ന നമസ്കാരം പോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരാൻ അദ്ദേഹം ആ സൈസിലുള്ള തീറ്റ തിന്നൽ കൊണ്ടുണ്ടാകുമെന്ന് കണ്ടാൽ അവിടെയും കൺട്രോൾ ചെയ്യൽ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. എവിടെ? എന്തുകൊണ്ട്? അവൻ്റെ ആരോഗ്യത്തെ അവൻ സംരക്ഷിക്കണം എന്നത് നമ്മോട് കൽപ്പിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ. അതിനെന്താ തെളിവ്? ലാ തുൽഖൂ ബിഐദീകും ഇലാ അത്തഹ്ലുക. ലാ തുൽഖൂ ബിഐദീകും ഇലാ അത്തഹ്ലുക. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഹലാക്കിലേക്ക്, നശീകരണത്തിലേക്ക് വലിച്ചെറിയരുത്. അപ്പോൾ ഇന്നത് നിന്നാൽ ഇന്ന ദ്രോഹമുണ്ടാവുമെന്ന് കണ്ടാൽ നാം നല്ല ഭക്ഷണം തന്നെ, നല്ല ഒന്നാം നമ്പർ ബിരിയാണി, പക്ഷേ തുറന്നു വെച്ചു, രാത്രി. പകൽ കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? റസൂല കൽപ്പിച്ചു, രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭക്ഷണവും പാനീയവും എന്ത് വേണം? അതിനെ മൂടിക്കിടക്കണം, അതിനെ മൂടണം. മനസ്സിലായില്ലേ? ഇന്നത്തെ യുഗത്തിലൊക്കെ ചൂട് പിടിച്ച നാടുകളിലാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ബാക്ടീരിയ ഉണ്ടാകും, അതോടുകൂടി രോഗം അത് വരാൻ കാരണമായി തീരും. അപ്പോൾ നല്ലത് തന്നെ ഹറാമാകുന്ന സന്ദർഭമുണ്ട് എന്നതും കൂടി നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, ലബ എന്ന ഒരു ജീവിയുണ്ട്. പണ്ഡിതന്മാർ, വിദ്യാർത്ഥികളാകുന്ന പണ്ഡിതന്മാർ, എന്താ ലബ എന്ന് പറഞ്ഞാൽ? ലബല്ല, ലബ കരടിയോ? ലബ ഉറുമ്പിനത്തുന്ന സാധനം. ലബ കാട്ടിലുള്ള, നാട്ടിലും ഉണ്ടാവാം സാധനമാണ്. കാടൻ മൃഗത്തിൽ അനുവദിക്കപ്പെട്ട ഒരു മൃഗമാണത്. അത് വേട്ടയാടി തിന്നാറുണ്ട് അറബികൾ. ലബ, ലബ്ബല്ല, ലബ്ബ് ഉടുമ്പാണ്. ഇത് ലബ ആണ്. അന്വേഷിക്കുക ഖാമൂസിലൂടെ അർത്ഥം അടുത്ത ആഴ്ച. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ വാർത്ത സഹീൽ കാണുന്നു. നബിയിൽ നിന്നിട്ട് ഞാൻ കേട്ടു എന്ന് ജാബിർ പറയുന്നതായിട്ട് കണ്ടു. പിന്നെ നേരത്തെ നാം ഖൈബറിൽ സംഭവിച്ച സംഭവം അത് മഹാനായ ജാബിർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബിഗാൽ, മേരിഡോ, അതാണോ ലബ? വലുപ്പമുള്ളതാണ് കുറച്ച് സാധനം.
കാടൻ 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 കഴുത അനുവദനീയമാണെന്ന് നാം പറഞ്ഞല്ലോ. അപ്പോൾ കാട്ടിലുള്ള ചില അനുവദനീയമാണെന്ന് അർത്ഥം അല്ലേ? മാൻ തിന്നാറില്ല നാം. മാൻ എവിടെ ജീവിക്കുക? കാട്ടിലല്ലേ. നാം വേട്ടയാടി തിന്നാറില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അതിലെന്തില്ല? കാടൻ മൃഗത്തിൻ്റെ സ്വഭാവം അതിലില്ല, തേറ്റയില്ല. ശവത്തെ തിന്നുന്ന സാധനം അതല്ല. ഈ ശവത്തെ തിന്നുന്ന സാധനം നമ്മുടെ മുമ്പിലുള്ള തന്നെ പാടില്ല എന്നാണ്. നമ്മുടെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു മൃഗം, നമുക്ക് അനുവദനീയമായ മൃഗം ശവത്തെ തിന്നുന്ന കണ്ടാൽ അതിലൂടെ അതിൻ്റെ മാംസത്തിൻ്റെ സ്മെല്ല് വെടക്കായി കണ്ടാൽ അത് തിന്നാൻ പാടില്ല. ഏതുവരെ അത് ശരിക്ക് കൃഷി കഴിച്ച് നല്ല ഭക്ഷണം കഴിച്ച് അതിൻ്റെ വെടക്ക് സ്മെല്ല് മാറുന്നത് വരെ, വെടക്ക് സ്മെല്ല് അതിൻ്റെ മാംസത്തിൽ നിന്നിട്ട് മാറുന്നത് വരെ. ബത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ബത്ത് അല്ലേ? ബത്ത് എന്ന് പറയില്ല നിങ്ങൾ? ബത്ത് പലപ്പോഴും വെടക്ക് സാധനം തിന്നത് കാരണത്താൽ അതിൻ്റെ മാംസത്തിന് എന്തുണ്ടാകും? വെടക്ക് വാസന ഉണ്ടാകും അല്ലേ? അപ്പോൾ അനുവദിക്കപ്പെട്ട മൃഗം തന്നെ ശവം കഴിച്ചത് കാരണത്താലോ അല്ലെങ്കിൽ നീജ കട്ടറിൻ്റെ ഭാഗത്ത് പന്നി കഴിക്കുന്നത് മാതിരി പന്നിയെപ്പോലെയുള്ളതായ സ്വഭാവം നല്ല മൃഗത്തിൽ കണ്ടാൽ ആ മൃഗത്തിൻ്റെ മാംസത്തിന് അത് കാരണത്താൽ വെടക്ക് സ്മെല്ലുണ്ടെങ്കിൽ ആ സ്മെല്ല് മാറുന്നത് വരെ നല്ല ഭക്ഷണം കഴിപ്പിച്ചിട്ടല്ലാതെ അതിനെ തിന്നാൻ പാടില്ല എന്നാണ് നമുക്ക് നമ്മുടെ ശറഅ് കൽപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? സഹോദരന്മാരെ, സഹോദരികളെ, മുള്ളൻ അതുമല്ല. അനസ് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞാൻ അർണബ് അറിയില്ലേ, എന്താ മുയൽ, ആ മുയലിനെ വേട്ടയാടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? റസൂലിന് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരിക്കിൻ്റെ ഭാഗം, തൊടയുടെ മീതെയുള്ളതായ നല്ല മാംസമുള്ള ഭാഗത്തെ റസൂലിന് കൊടുക്കുകയും അതിൻ്റെ 2 തൊടയും ഞാൻ ശരിക്ക് ഫ്രൈ ചെയ്തിട്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കി റസൂലിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഫഖബിലഹാ, നബി അതിനെ സ്വീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, സഹോദരികളെ, നാം പഠിച്ചു വരുന്നത് മുആമലാത്ത് എന്ന സബ്ജക്റ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ നമുക്ക് തിന്നൽ അനുവദനീയമായ സാധനങ്ങളെക്കുറിച്ചാണ്. അതെ, എന്നാൽ നേരത്തെ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഭാഗങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ടല്ലെങ്കിലും ഷോർട്ടായ രൂപത്തിൽ നമുക്ക് നീങ്ങാം. ഹുർരിമത്ത് അലൈക്കുമുൽ മൈതതു, നിങ്ങൾക്ക് ഹറാമാണ് ശവം. മൈതത്ത് മുഴുവനും ഹറാമാണ്. മെരിച്ച സാധനം, അനുവദിക്കപ്പെട്ടതായ സാധനം അർത്താൽ അത് തന്നെ മെരിച്ചാൽ അത് നമുക്ക് ഹറാമാണ്. നാം ബിസ്മി ചൊല്ലി നമ്മുടെ വേട്ടമൃഗത്തെ വിട്ടു, എന്നിട്ട് വേട്ടമൃഗം അതിൽ നിന്നിട്ട് തിന്നാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് കൊന്നു കഴിഞ്ഞാൽ നാം ബിസ്മി ചൊല്ലിയിട്ടാണ് വിട്ടതെങ്കിൽ അതിനെ അറക്കാൻ നമുക്ക് സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും എന്താണ്? അത് അനുവദനീയമാണ്. ആ വേട്ടമൃഗം നമുക്ക് വേട്ടയാടിക്കൊണ്ടുവരുന്നതായ, നാം വേട്ടയാടാൻ വേണ്ടി അയക്കുന്ന മൃഗം വേട്ടയാടിക്കൊണ്ടുവരുന്നതായ സാധനം നമുക്ക് അനുവദനീയമാണ്. അയക്കുമ്പോൾ ബിസ്മി ചൊല്ലി വിടുക. മനസ്സിലായില്ലേ? അതേ സമയത്ത് അത് ശവമാണെങ്കിൽ അത് നമ്മുടെ വേട്ടമൃഗത്തിലൂടെയല്ല, വേറെ രൂപത്തിലാണ് അത് മരിച്ചതെങ്കിൽ പിന്നെയാണ് മൃഗം അതിൻ്റെ അടുക്കലേക്ക് എത്തിയത്, പിന്നെയാണ് നിങ്ങളുടെ വെടി അതിൻ്റെ അടുക്കലേക്ക് എത്തിയത് എന്നാ പറ്റൂല. ശവമാണെങ്കിൽ ഒരു നിലക്കും അനുവദനീയമല്ല തീറ്റ. ശവം ഹറാമാണ്. ഈ ചോര അറവിലൂടെ അല്ലെങ്കിൽ വേട്ടമൃഗം വേട്ടയാടലിലൂടെ ചോര ശക്തിയിൽ പുറത്തിറങ്ങി വരുമ്പോൾ അതിലുള്ളതായ രോഗത്തിൻ്റെ അംശങ്ങൾ, എന്താ പറയാ, അണുക്കൾ, രോഗത്തിൻ്റെ അംശങ്ങൾ
അതിൽ നിന്നിട്ട് പുറത്തിറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തിയിൽ ചലിക്കുന്നതായ ചോര കഴിക്കൽ തിന്നൽ ബനൂ ഇസ്രായേലികളിൽ ഹറാമാക്കിയിരുന്നു. നമുക്കും അത് ഹറാമാണ്, തിന്നാൻ പാടുള്ളതല്ല ചോര. പക്ഷെ അവരൊക്കെ അതിനെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ശരിക്ക് ഇത് തണുപ്പിച്ച് ഐസാക്കുന്നത് പോലെ ഉറപ്പിച്ചിട്ട് അതിനെ കഷ്ണിച്ചിട്ട് ചോര തിന്നാറുണ്ടായിരുന്നു. ആര്? നമുക്ക് അനുവദിക്കപ്പെട്ട ചോര ഏതൊക്കെയാണെന്ന് പറഞ്ഞു. തിഹാലും കബിതും അഥവാ കരളും, അതല്ലാതെ അനുവദനീയമല്ല. ഈ ചോര എന്തുകൊണ്ട് ഹറാമാകുന്നു? ഈ ഒലിക്കുന്നതായ ചോരയിൽ കൃമികളുണ്ട്. ആ കൃമികൾ നമ്മുടെ ശരീരത്തിന് പല 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 രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളും അല്ലാതെ നമ്മുടെ സാധാരണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കിഡ്നി പോലത്തെ ബെങ്കുരിയാസ് പോലത്തതായ യന്ത്രങ്ങൾ പെട്ടെന്ന് വെടക്കാവാൻ സാധ്യതയുള്ളതായ ഇത് മൈക്രോബുകളെല്ലാം എന്തിലുണ്ട്? കൃമികളെല്ലാം എന്തിലുണ്ട്? ചോരയിലുണ്ട്. അതുകൊണ്ടാണ് ചോര ശക്തിയിൽ അറവിലൂടെ ഒലിച്ചു പോകണം, അപ്പോഴേ നാം അത് നമുക്ക് തിന്നൽ അനുവദനീയമാകുന്നുള്ളൂ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇലക്ട്രിക് കൊണ്ട് ചൂട് പിടിപ്പിച്ചിട്ട് കൊല്ലുന്ന പദ്ധതി ഉണ്ടല്ലോ, ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ പല നാടുകളിൽ ചെയ്യാറുണ്ട്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ കഴുത്ത് മുറുക്കി കൊല്ലുന്ന പദ്ധതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ അടിച്ചു കൊല്ലുന്ന പദ്ധതി പലരും കേട്ടാറുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊല്ലുന്നത് അങ്ങനെയാണ്, വല്ലതും തിന്നാണെങ്കിൽ. അതൊക്കെ ഇസ്ലാം വിരോധിക്കുന്നു. കാരണം ഇസ്ലാം എന്ത് വിരോധിച്ചു? അത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇസ്ലാം വിരോധിക്കുന്നതെല്ലാം പരിശോധിച്ചാൽ അവിടെയെല്ലാം നമുക്കതിൽ നന്മയുണ്ട്. അത് ഒഴിവാക്കി നിൽക്കുന്നതിൽ, അത് നിന്നാതിരിക്കുന്നതിൽ, അത് ഒഴിവാക്കി നിൽക്കുന്നതിൽ നന്മയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. പഠനത്തിന് വിധേയമായ വിഷയമാണിത്. ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു നോക്കി, പണ്ഡിതന്മാർ പഠിച്ചു നോക്കി, ഡോക്ടർമാർ പഠിച്ചു നോക്കി. എന്നിട്ട് ഇസ്ലാമിൻ്റെ മഹാസിനികൾ, ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ വാള്യങ്ങൾ വാള്യങ്ങൾ എഴുതിപ്പോയി. അള്ളാഹ് ഹറാമാക്കിയത് എന്തുകൊണ്ട് ഹറാമാക്കി, പന്നി എന്തുകൊണ്ട് ഹറാമാക്കി, പന്നി മാംസത്തിന്റെ ദ്രോഹം എന്താണ് എന്നതൊക്കെ പന്നി മാംസം തിന്നുന്നത് വരെ എഴുതിയിട്ടുണ്ട്. തിന്നുന്നവരെ പന്നി മാംസം തിന്നുന്നവർ അതിൻ്റെ ദ്രോഹങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെയല്ലേ തിന്നാത്തവരുടെ കാര്യം. സഹോദരന്മാരെ, സഹോദരികളെ, ഹുർരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളിൽ വിരോധിക്കപ്പെട്ടിരിക്കുകയാണ് അൽ മൈത ശവം, വദ്ദം ചോര, വലഹ്മുൽ ഖിൻസീർ പന്നി മാംസം, ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. ഇനി വിശദീകരണം വരും കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടതായ സാധനം. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി, മൊയ്തീൻ ഷേഖിന് വേണ്ടി, ബദ്രീങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഖബറാളികൾക്ക് വേണ്ടി, വേറെ മരിച്ചവർക്ക് വേണ്ടി, ബിംബങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പലരും പോകുന്ന അയ്യപ്പൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ പൂജ നടത്തുന്ന മനുഷ്യന്മാരാകുന്ന ആൾ ദേവങ്ങളുടെ പേരിലോ ഏത് അല്ലെങ്കിൽ ജിന്നുകളുടെ പേരിൽ അറക്കാറുണ്ടോ? ഇസ്മിൻ്റെ പണിക്കാരെടുക്കൽ ചെല്ലുന്നവരോട് ചോദിച്ചാൽ അറിയാം. ഇസ്മിൻ്റെ പണിക്കാറുണ്ടല്ലോ, അസ്മാൻ്റെ പണിക്കാർ നമ്മുടെ നാട്ടിൽ പറയുന്ന തൽസമാത്ത്. ഇവിടെ മുസ്ലിംമാരിയ്ക്കുന്നുണ്ട് നമ്മുടെ സദസ്സിൽ, അവരോട് ചോദിച്ചാൽ അറിയാം. ഞാനും പണ്ട് ചെയ്ത കാര്യമാണത്, അറിവില്ലാത്ത കാലഘട്ടത്തിൽ. തൽസമാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയൽ തൽസമാത്താണ്, ഇവിടെ അറബികൾ പറയൽ തലാസിം എന്നാ പറയുക. ആ പുസ്തകം, അങ്ങനെയുള്ളൊരു ആ പേരിൽ പുസ്തകം തന്നെ നമ്മുടെ നാട്ടിൽ അച്ചടിച്ച് വിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് മാരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിഹർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മനുഷ്യന്മാരെ ദ്രോഹിക്കേണ്ടത്, ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. അത് വായിക്കുന്നത് ആരാണ്? ഖതീബ്, ഖാലിയാർ, പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആൾ, അതുപോലെ തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആൾ. എല്ലാരെ കുറിച്ചല്ല കേട്ടാ, അങ്ങനെ കാട്ടുന്നവരുണ്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ തങ്ങന്മാരാണെന്ന് പറയുന്നവർ, തങ്ങന്മാർ സദസ്സിലുണ്ടെങ്കിൽ ആരും ബേജാറാവണ്ട കേട്ടാ. ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോടൊന്നും നമുക്ക് വെറുപ്പില്ല, ഇസ്ലാമിന് വെറുപ്പില്ല. പക്ഷേ ആര് നിൽക്കേണ്ടടുത്ത് നിന്നിട്ടില്ലെങ്കിൽ, നിൽക്കേണ്ട സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവനൊന്നിനും കൊള്ളൂല. അത് തങ്ങളാവട്ടെ ആരാവട്ടെ. തങ്ങന്മാരുടെ നേതാവല്ല അബൂലഹബ്,
തങ്ങന്മാരുടെ നേതാവല്ലേ അബു താലിബ് എന്ന് പറഞ്ഞ സയ്യിദ് കുടുംബമല്ലേ അദ്ദേഹം? എന്നിട്ട് മൂപ്പർക്ക് അവർ രണ്ടുപേർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റിയോ? ഇല്ല. എന്തുകൊണ്ട്? നിൽക്കേണ്ടടുത്ത് നിന്നില്ല. അള്ളാഹു കൽപ്പിച്ച സ്ഥലത്ത്, റസൂല് കൽപ്പിച്ച സ്ഥലത്ത് അവർ നിന്നില്ല. അത് കാരണത്താൽ ഖുർആൻ വ്യക്തമായി പറയുന്നു ആരെക്കുറിച്ച്? അബൂലഹബിനെ കുറിച്ച്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, റസൂലുള്ളാഹിന്റെ മുതാബ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളവർ ചെയ്യുന്നതായ മാരണക്കേസുകളിൽ പലപ്പോഴും അവര് പറയുന്ന, ഉറുക്കിലെഴുതുന്ന, തമീമയിൽ എഴുതുന്ന ജിന്നുകളുടെ പേരിൽ അറക്കാറുണ്ട്, നേർച്ചയാക്കാറുണ്ട്. ജിന്നുകളുടെ പിശാചുകളുടെ, എന്തിനാണ്? ജിന്നുകളുടെ പിശാചുകളുടെ പേരിൽ ഒന്നിരിക്കലോ അറുത്തിട്ടോ അല്ലെങ്കിൽ അവരെ 40 ദിവസം അവരെ ശപഥം ചെയ്യാന്ന് പറയുന്ന, എന്തിനും പറയാ, മറന്നുപോയി. സന്യാസിമാർ കാട്ടുന്നത് പോലെ ഒരു റൂമിൽ ഇരുന്നിട്ട് പുതപ്പൊക്കെ പുതച്ചിട്ട് ആ പിശാചുകളുടെ പേരിങ്ങനെ ചെല്ലണം. എന്തിനാണ്? അവരെ സഹായിക്കാൻ. അപ്പോൾ ആദ്യം ഇസ്ലാമെന്ന് പുറത്തു പോകണം. എന്തിനാണ്? അവൻ വിചാരിക്കുന്ന മരണം നടക്കാൻ, അവനൊരു പെണ്ണിനെ അവൻ്റെ ഭർത്താവിൽ നിന്നിട്ട് വിട്ടുമാറ്റാൻ. അതാണല്ലോ ഈ മാരണം എന്നൊക്കെ പറഞ്ഞാൽ. അതല്ലേ ഭാര്യയും ഭർത്താവിനെയും അങ്ങും ഇങ്ങും മാറ്റുക, ഭാര്യയും ഭർത്താവും ബന്ധമില്ലാതാക്കി മാറ്റുക, അതുപോലെ തന്നെ ദ്രോഹമുണ്ടാക്കുക മുസ്ലിങ്ങളെ. അതാണല്ലോ മരണത്തിൽ കൂടി നടക്കുക. മാരണം എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിലുണ്ട്, പഠിക്കണം. സാധനം ഇസ്ലാമിലുണ്ട്. ഇസ്ലാം മാരണമെന്ന സാധനമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ മാരണം ഹറാമാണ്. അതിലൂടെ ദ്രോഹം വരുന്നുണ്ടെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ചാലേ ദ്രോഹം ഉണ്ടാവുകയുള്ളൂ. മാരണം ബാത്തിലാണ്. മാരണം ഇസ്ലാം വിരോധിച്ചതാണ്. മാരണം അള്ളാഹ് അംഗീകരിക്കാത്തതാണ്. മാരണം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സെഹർ എന്ന് പറഞ്ഞാൽ അല്ലേ? സെഹർ എന്ന് പറഞ്ഞാലും അറബിയിൽ തന്നെ പറഞ്ഞാൽ നമ്മുടെ ഖൗമിന് അറിയും അല്ലേ? അവൻ സെഹർ ചെയ്തു എന്ന് പറയും. ചിലപ്പോൾ മാരണം എന്ന പദം പറയുമ്പോൾ, മലയാളം തന്നെ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ സെഹർ എന്ന പദം അറിയാത്ത ആളില്ല. അതുപോലെ തന്നെ കണ്ണീർ ഇസ്ലാം ഉണ്ട് എന്ന് പറയുന്ന സാധനമാണ്. വളരെ വ്യക്തമായിട്ട് നമ്മുടെ വിഷയമല്ല. ഹലാൽ ഹറാമ് പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ്. എന്ത്? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ അറക്കാവൂ. ജിന്നിന് വേണ്ടി അറക്കാൻ പാടില്ല, പിശാചുകൾക്ക് വേണ്ടി അറക്കാൻ പാടില്ല, അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി അറക്കാൻ പാടില്ല. നിയ്യത്ത് എന്ത് ചെയ്തു എന്നുള്ളതിൽ അറക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയോ ഇല്ലേ എന്നതല്ല പ്രശ്നം. നീ അറക്കുന്ന സാധനത്തെ ആർക്ക് വേണ്ടി നേർച്ചയാക്കി എന്നതാണ്, ആർക്ക് വേണ്ടി സമർപ്പിച്ചു എന്നതാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ നീ സുന്നി, നീ മുസ്ലിം. അള്ളാഹ്ക്ക് വേണ്ടിയല്ലെങ്കിൽ നീ അമുസ്ലിം, നീ ഇസ്ലാം എന്ന് കേട്ടോട്ടായ ആൾ. കാരണം അള്ളാഹു പറയുന്നു, ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിനായിരിക്കണം നിന്റെ നമസ്കാരം. വൻഹർ, നിന്റെ റബ്ബിനായിരിക്കണം നിന്റെ അറവുകൾ. ആർക്കാണ് അറക്കേണ്ടത്? റബ്ബിന് മാത്രമാണ് നാം അറക്കുക. റബ്ബിന് വേണ്ടി മാത്രം. അവൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് ഇബ്രാഹിം ഇസ്മായിലിനെ അറക്കാൻ വേണ്ടി വന്നപ്പോൾ ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിങ്ങളോട് അള്ളാഹ് പറഞ്ഞു, നിങ്ങളും ബലി പെരുന്നാളിൽ ബലിയറക്കുക അള്ളാഹുവിന് വേണ്ടി. ഇസ്മായിലിനെ ഇബ്രാഹിം അറക്കാൻ വന്നതുപോലെ. അതെ, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തത് ഹറാമാണ്, അറക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചത് പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കപ്പെട്ടത് വിൽക്കാൻ പാടില്ല, നേർച്ചയാക്കപ്പെട്ടത് വാങ്ങാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നതായ ആ പദ്ധതി നടക്കുന്ന മേഖലകളിൽ നമ്മുടെ ഒരു സഹകരണവും പാടില്ല. അള്ളാഹു അല്ലാത്ത കബറാളിക്ക് വേണ്ടി സ്വർണത്തിൻ്റെ കാല് നേർച്ചയാക്കാൻ വേണ്ടി ആ സ്വർണത്തിൻ്റെ കാലുകൾ ഉണ്ടാക്കി നിന്റെ കടയിൽ നീ വിക്കൽ ഹറാമാണ്. പച്ചയിൽ മനസ്സിലായോ? അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാൻ വേണ്ടി സ്വർണത്തിൻ്റെ മൂക്കുകൾ ഉണ്ടാക്കി, സ്വർണത്തിൻ്റെ കൈകൾ ഉണ്ടാക്കി, എന്നിട്ട് നീ നിന്റെ സ്വർണ്ണക്കടകളിൽ അത്തരം കാര്യങ്ങൾ വിൽക്കൽ ഹറാമാണ്. ഏതുപോലെ? ബിംബങ്ങൾ നിനക്ക് ഹറാമായതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക റിപ്പബ്ലിക് ആക്കിയ ദിവസത്തിൽ മക്കയിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കുകയാണ്, പന്നി ഹറാമാണ്, ബിംബം വിൽക്കൽ ഹറാമാണ്. എന്തെല്ലാം അല്ലാഹ് ഹറാമാക്കിയോ അവകൾ വിൽപ്പന നടത്തലും വാങ്ങലും ഹറാമാണ്. മനസ്സിലായില്ലേ? നായ തിന്നൽ ഹറാമാണ്, നായ വാങ്ങൽ ഹറാമാണ്, നായ വിൽക്കൽ ഹറാമാണ്. കള്ള് തിന്നൽ കുടിക്കൽ ഹറാമാണ്, കള്ള് വിതരണം ചെയ്യൽ ഹറാമാണ്, കള്ള് വിൽക്കൽ ഹറാമാണ്, കള്ള് വാങ്ങൽ ഹറാമാണ്. അതുപോലെ ലഹരികൾ ആ സകലം വാങ്ങലും വിൽക്കലും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഹറാമാണ്. സഹോദരന്മാരെ, സഹോദരികളെ,
റസൂലുള്ളാഹി പറയുന്നു, അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസിൽ, ലഅനല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു ശപിച്ചിരിക്കുകയാണ് 10 വിഭാഗം കള്ളുമായി ബന്ധപ്പെട്ട ആസിറഹ കള്ള് പിഴിഞ്ഞുണ്ടാക്കുന്നവൻ, മുഅ്തസറഹ അത് പിഴിഞ്ഞുണ്ടാക്കപ്പെടുന്നതിനെയും, ശാരിഹ അതിനെ വിൽക്കുന്നവനെയും, ഹാമിലഹ അതിനെ ചുമന്നു കൊണ്ടുപോകുന്നവരെയും, ശാരിയാന്ന് വാങ്ങുന്നവരെയും അർത്ഥം വെക്കാം. അവൽ മഹമൂലത്തി ഇലൈഹി ആരിലേക്കാണ് അതിനെ കൊണ്ടുപോകപ്പെടുന്നത്, കള്ളിനെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളെ, അഫ്യൂണിനെ അല്ലെങ്കിൽ പൗഡർ അല്ലേ, അതിന് പൗഡർ എന്ന് പറയുമ്പോൾ വേണ്ടത്ര ബഹുമതി വരുന്നില്ല, അതുകൊണ്ട് സ്നോ പൗഡർ എന്ന് പറയും അല്ലേ, അങ്ങനെയൊക്കെ പറയാറില്ല, ബഹുമാനിച്ച് പറയാറുണ്ട്, ആദരിച്ച് പറയാറുണ്ട്. പൗഡർ എന്തായിരുന്നാലും ലഹരി ജനങ്ങൾക്ക് അവരുടെ ആ ഏറ്റവും അവർ മിൽക്കാക്കുന്നതായ മുഅ്മിനായ മനുഷ്യൻ അവൻ അധീനപ്പെടുത്തുന്ന അള്ളാഹ് അധീനപ്പെടുത്തിയതായ കാര്യങ്ങളിൽ ഏറ്റവും വലിയ സാധനമാണ് ഈമാൻ, വിശ്വാസം. അത് കഴിഞ്ഞാൽ അവൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് അഖൽ ബുദ്ധി. ആ ബുദ്ധിയെ നശിപ്പിക്കുന്ന സാധനമാണ്, അതിനെ മൂടിക്കളയുന്ന സാധനമാണ് ലഹരി. ആ ലഹരി റസൂലുള്ളാഹി പറയുന്നു, അത് ചുമന്ന് കൊണ്ടുപോകുന്ന ആളും ചുമന്ന ആരിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന അവനെയും ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അത് കുടിപ്പിക്കുന്ന ആളെയും അത് വിൽക്കുന്ന ആളെയും അതിൻ്റെ വിലയെയും അതിൻ്റെ സമൻ അതിൻ്റെ വിലയെ അള്ളാഹ് ശപിച്ചിരിക്കുകയാണ്. വില കള്ള് വിറ്റ ലഹരി പദാർത്ഥങ്ങൾ വിറ്റ കാശുണ്ടല്ലോ അതിനെ വരെ അള്ളാഹ് ശപിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടി വാങ്ങപ്പെട്ടു, ആർക്ക് വേണ്ടി വിൽക്കപ്പെട്ടു? 10 ആൾ. ആദ്യം പറഞ്ഞത് ആർക്ക് വേണ്ടി ചുമന്ന് കൊണ്ടുപോയി, ആരിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അത് 2 വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഫ്രീ ആയി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അൻസലാം സാഹിബിനെ കാണുമ്പോൾ ഓർമ്മ വന്ന് ഞാൻ ലാസ്റ്റ് മറക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്ലാസ് മെമ്പർ സിദ്ദീഖ് സാഹിബിൻ്റെ ആരാണ് വാപ്പ മരിച്ചു എന്ന വാർത്ത കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആയത്ത് പരിപൂർണമാക്കാം. ടൈം തികയുകയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടിവെക്കുകയും ചെയ്യാം. തിന്നതായ സാധനവും സബഅ എന്ന് പറഞ്ഞാൽ കാട് മൃഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേട്ടയാടുന്നതായ ഇത് ചത്തുപോയ സാധനത്തെ തിന്നുന്ന മുഫ്തരിസാത്തുകളായ പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ അവർ തിന്നത് നാം എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അത് ഹലാലായ മൃഗമായിരുന്നാലും ശരി, അവകൾ തിന്നത് നാം കഴിക്കുക. അല്പം മുമ്പ് പറഞ്ഞതാണത്. അള്ളാഹു ഇവിടെ പറഞ്ഞ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്. അപ്പോൾ അള്ളാഹു പറയുന്നു ഒമാ ഉഹില്ല ലിഗൈരില്ല ഒമാ ദുബിഹ ലിഗൈരില്ല എന്നല്ല ഇവിടെ പറഞ്ഞത്. അങ്ങനെ വേറെയും ആയത്തുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തതെന്ന് മാത്രമല്ല, പിന്നെയോ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട നേർച്ചയാക്കിയ അപ്പോൾ അറക്കുമ്പോൾ ഈ മൊയ്തീൻ റാത്തീബ് മറ്റേ റിഫായി റാത്തീബ് എന്നൊക്കെ പേരും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ റാത്തീബൊക്കെ നടത്താറുണ്ടല്ലോ. ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടാത്ത ഷിയാക്കൾ ഉണ്ടാക്കിയ, ഇറാനികൾ ഉണ്ടാക്കിയ, ആ ആദർശം കൊണ്ടുവന്ന് വരുന്നവരുണ്ടാക്കിയ നൂലാമാലകളാണത്. നമ്മുടെ ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശവുമായിട്ട് ഒരു ബന്ധവും അവകൾക്കില്ല. എന്തുകൊണ്ടില്ല? ഞാൻ നമ്മുടെ നാട്ടിലുള്ള സമസ്ത പണ്ഡിതന്മാരിൽ നിന്നിട്ട് പഠിച്ച വ്യക്തിയാണ്. സമസ്ത പണ്ഡിതന്മാർ പഠിപ്പിച്ച പുസ്തകങ്ങളിലോ അവരുടെ ആധികാരിക പുസ്തകങ്ങളിലോ അങ്ങനെയുള്ള ഒരു സാധനം തന്നെ ഇല്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. ഇല്ലേ ഇല്ല. പിന്നെ എവിടുന്ന് വന്നു? അത് ഇല്ല എന്നതിന് തെളിവെന്താണ്? പള്ളി ദർസിൽ അവർ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ബിസിനസ്സായി പട്ടണത്തിൽ നാം കാണുന്നത് മാത്രമാണ്. അങ്ങനെയുള്ളതായ ആ റാത്തീബുകളുടെ പേരിൽ ദിക്റുകൾ വേണ്ട എന്നല്ല, തസ്ബീഹുകൾ വേണ്ട എന്നല്ല, അള്ളാഹുവിനെ സ്മരിക്കേണ്ട എന്നല്ല. അതൊക്കെ നാം ഇവിടെ 100 കണക്കിൽ പ്രാവശ്യം അള്ളാഹ് പറഞ്ഞതായ ആയത്തുകൾ ഓതിയിട്ട് വിശദീകരിക്കാറുണ്ട്. അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം, അള്ളാഹുവിൻ്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. റസൂല് പഠിപ്പിച്ച രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങി ഉണരുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, കക്കൂസിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, വാഹനം കയറുമ്പോൾ, ഭക്ഷണത്തിൽ കിടക്കുമ്പോൾ, ഇടി മിന്നുകൾ വരുന്ന വേളയിൽ, കൊടുങ്കാറ്റടിച്ച് വീശുന്ന വേളയിൽ എന്തെല്ലാം
അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചുവോ ദിക്ർ ചെല്ലാൻ? അതെല്ലാം അതാത് സന്ദർഭത്തിൽ ചൊല്ലിക്കൊണ്ട് ഇരിക്കണമെന്ന് നമ്മുടെ ഇമാമുകൾ എഴുതി പോയിട്ടുണ്ട്. അത് വേണം വേണം വേണം. അതല്ല ഈ പറയുന്നത്. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിന്റെ പേരിനെ തന്നെ വളച്ചൊടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് വെറും വെടക്ക് ശബ്ദങ്ങൾ ഉണ്ടാക്കി പള്ളിയിൽ തോന്നിവാസം ചെയ്യുന്നതായ വിഡ്ഢിത്തമാണ് നാം പാടില്ല എന്ന് പറയുന്നത്. എന്നല്ലാതെ അതെ, ഡോക്ടർ വേദ് പ്രകാശിന്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. അദ്ദേഹം മുസ്ലിമായി എന്നും കേട്ടതെന്ന് അല്ലാഹു അലം, അതും ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം മതത്തെക്കുറിച്ച് അമേരിക്കയിൽ ചെന്നിട്ട് മതങ്ങളെക്കുറിച്ചുള്ള ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ്, വടക്കേ ഇന്ത്യക്കാരൻ. അദ്ദേഹം പൂജാരികളുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കിയ ഭാഗങ്ങൾ പറയാറുണ്ട്. എന്ത് മുസ്ലിങ്ങൾ, അത് ഞാൻ പറയാറുള്ളതാണ്, അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ഭാഗമാണ്. അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പൂജാരികളാണ് അങ്ങനെയുള്ള ശബ്ദകോലാഹലങ്ങൾ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? ഹിന്ദുക്കൾ, മറ്റു മതസ്ഥർ, ഇന്ത്യയിൽ ജീവിക്കുന്നവർ യഥാർത്ഥ മതം പഠിച്ചു പോകരുത് എന്ന് അവരുടെ പൂജാരിമാർ മനസ്സിലാക്കിയത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അതൊക്കെ ഷോർട്ടാക്കി പഠിപ്പിച്ചു കൊടുത്തതാണ്. അതൊക്കെ ഷോർട്ടാക്കി പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്തിനാണ്? ജനങ്ങൾ ചെല്ലാതിരിക്കാൻ വേണ്ടി. അള്ളാഹു എന്തു പറഞ്ഞു ഖുർആനിൽ? എന്തു പറഞ്ഞു? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അള്ളാഹ്ക്ക് മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. ഫദ്ഊഹു ബിഹാ, ആ നാമങ്ങൾ മുൻനിർത്തിയും കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹിന്റെ നാമങ്ങളിൽ കൃത്രിമം വരുത്തുന്നവരെ നിങ്ങൾ വിട്ടേക്കുക, ഒഴിവാക്കി കളയുക. ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുക, എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച് അവർ ഹാഹു എന്ന് പറയാ. റാത്തീബിൽ പറയുന്ന പദങ്ങളുടെ കോലം കേട്ടാൽ ഭ്രാന്തന്മാരാണെന്ന് തോന്നും. മുസ്ലിങ്ങളാണെന്നല്ല, ഭ്രാന്തന്മാർ പറയുന്ന പദങ്ങളാണ്. എന്നെങ്കിലും ചിന്തിച്ചൂടെ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഇത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? എന്ന് ഹം ഹും. പള്ളിയൊക്കെ പൊളിഞ്ഞു പോകുന്ന ശബ്ദ കോലാഹലങ്ങൾ പള്ളിയിൽ വെച്ചിട്ട്. അതുകൊണ്ട് അള്ളാഹ് പള്ളിയുടെ ഉടമകളോട് പറഞ്ഞത് എന്ത്? വഅന്നൽ മസാജിദ ലില്ലാഹ്, മുസ്ലിം ലോകമേ പള്ളിയുടെ ഉടമകളെ, ലോകത്തുള്ള പള്ളികൾ മുഴുവനും അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് കെട്ടിയിട്ടുള്ളത്, അള്ളാഹിൻ്റെതാണത്. അതുകൊണ്ട് ആ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആ പള്ളിയിൽ വെച്ചിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു പോകരുത്. 2 ആഴ്ച മുമ്പ് നമ്മുടെ ക്ലാസ് മെമ്പർ, ഇവിടെ 10-15 വർഷം ക്ലാസ്സിൽ മെമ്പറായതായ നിങ്ങൾക്ക് പരിചയമുള്ള തങ്ങൾ പറഞ്ഞു, രാത്രി ഇന്ത്യൻ ടൈം 11 മണിക്ക് മൊബൈൽ തുറന്നു വെച്ചിട്ട് പള്ളിയുടെ സ്പീക്കറിൻ്റെ ഭാഗത്തിലേക്ക്, കേരളത്തിലുള്ള ഒരു പള്ളിയുടെ സ്പീക്കറിൻ്റെ ഭാഗത്തിലേക്ക് മൊബൈൽ തുറന്നു വെച്ചിട്ട് മൂപ്പർ എന്നോട് പറയുന്നു, മൗലവി നിങ്ങൾ കേൾക്കുക, നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്ന് വരെ നമ്മുടെ നാട്ടുകാരിൽ നിന്നിട്ട് പലരും ഒഴിവാക്കിയിട്ടില്ല. അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ശിട്ടിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊരു മഹാവ്യക്തിത്വത്തെ, അദ്ദേഹത്തിന് 1000 തവണ സ്ത്രീകളും പുരുഷന്മാരും ഇരുട്ട് പള്ളിയിലുള്ള വിളക്ക് കിടത്തിയിട്ട് ആ പള്ളിയിൽ വെച്ചിട്ട് അവർ വിളിക്കുന്ന ശബ്ദ കോലാഹലമാണ് മൗലവി നിങ്ങൾ കേൾക്കുന്നതെന്ന് ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ക്ലാസ് മെമ്പർ എന്നെ കൊണ്ട് കേൾപ്പിച്ച് എന്നെ വേദനിപ്പിച്ചു. അദ്ദേഹം വേദനിപ്പിച്ചാൽ എനിക്ക് വേദനയുണ്ടായി കേട്ടപ്പോൾ. അള്ളാഹ് പറഞ്ഞത് വളരെ ശരിയല്ലേ? എന്ത്? ആ പള്ളി നിർമ്മിച്ചത് അത് എൻ്റെ പള്ളിയാണ്, എനിക്ക് വേണ്ടിയാണ്, അത് എനിക്ക് വേണ്ടി സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് അല്ലയോ മുസ്ലിങ്ങളെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ശൈലി. എന്ത്? നിങ്ങൾ ആ പള്ളിയിൽ വെച്ചിട്ട് എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നല്ല പറഞ്ഞത്. ഞാൻ അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിച്ച് കളയരുത് എന്നല്ല പറഞ്ഞത്. പിന്നെയോ അത് മുസ്ലിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, മുസ്ലിങ്ങളാണല്ലോ പള്ളി കെട്ടിയത്, മനസ്സിലായില്ലേ? പിന്നെയോ മുസ്ലിങ്ങൾ നിട്ട് വരാൻ സാധ്യതയുള്ള തെറ്റാണ് അവിടെ പറയുന്നത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ എന്നോട് പള്ളിയിൽ വെച്ചിട്ട്, ആ പള്ളികളിൽ വെച്ചിട്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ അടിമകളെയും എൻ്റെ ഷിട്ടികളെയും അതോടൊപ്പം വിളിച്ച് പ്രാർത്ഥിക്കരുത്. എത്ര പച്ച അറബിയിലാണ് അള്ളാഹ് പറഞ്ഞു വിട്ടത്. വല്ല നിലക്കും വളച്ച് തിരിച്ച് അത് അർത്ഥം വെക്കാൻ വല്ല പഴുതുമുണ്ടോ? ഒരു പഴുതുമില്ല. എന്നിട്ട് നമ്മുടെ ഖൗമത് കേൾക്കുമോ?
എല്ലാവരുമല്ല, നല്ലൊരു ശതമാനം. അള്ളാഹുവരെ ഹിദായത്തിലാക്കട്ടെ, അള്ളാഹുവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, അള്ളാഹുവരെ തൗഹീദിലേക്ക് നയിക്കട്ടെ, സത്യത്തിലേക്ക് നയിക്കട്ടെ. എന്ത് ചെയ്യാനാണ് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കലല്ലാതെ? അപ്പോൾ അങ്ങനെയുള്ള ഖൗമ് കാട്ടുന്നതിൽപ്പെട്ടതാണ് പള്ളിയിൽ ശൈഖന്മാരുടെ പേര് പറഞ്ഞ്. നോക്കൂ, നിങ്ങൾ തെറ്റെന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വിഷയം പറയാൻ തുടങ്ങിപ്പോയല്ലോ, അത് നിങ്ങൾ അതിൻ്റെ ശരിയായ ഭാഗങ്ങൾ നിന്നിട്ട് നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ പറ്റുന്ന ശരികൾ കേട്ടോളി. നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാൻ ദൂരം പോകേണ്ടതില്ല. നിങ്ങൾ ആരുടെ പേരിലാണ് ഇത് ചെയ്യുന്നത്? മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ. ആരുടെ പേരിലാണ് ചെയ്യുന്നത്? റിഫായ് ഷേഖിൻ്റെ പേരിൽ. ഈ റിഫായ് ഷേഖും മൊയ്തീൻ ഷേഖും നമ്മുടെ മതത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താണ്? അവർ മാത്രമേ മതത്തിൽ നേതാക്കളുള്ളൂ എന്ന് ചോദിക്കുക. അവരേത് കാലഘട്ടത്തിൽ ജീവിച്ചു? അവർക്കൊന്നും അതിന് മറുപടി ഉണ്ടാവില്ല, മറുപടി അറിയില്ല. അതെ, നമ്മുടെ മറ്റൊരു ക്ലാസ് മെമ്പർ നാട്ടിൽ പോയിട്ട് കാലിക്കറ്റിൽ നിന്നിട്ട് ഫോൺ ചെയ്യുകയാണ്, എൻ്റെ അമ്മായിക്ക് നിങ്ങൾ കേൾപ്പിക്കണം, അമ്മായിയോ ഇളമയോ ഓർക്കുന്നില്ല, കേൾപ്പിക്കണം. എന്ത്? മൊയ്തീൻ ഷേഖ് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളല്ല, റസൂൽ മരിച്ച 500 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിച്ച ആളാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് മൊബൈൽ എനിക്ക് വിട്ടു തന്നു. നമ്മുടെ ക്ലാസ് മെമ്പർ ഇപ്പോഴും ഉണ്ട് മദീനയിൽ, മൂപ്പര് ഇന്ന് ക്ലാസ്സിലില്ല. എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞവരോട്? മൊയ്തീൻ ഷേഖ് എന്ന് പറഞ്ഞാൽ ഹിജ്റ 470 മുതൽ അങ്ങോട്ട് ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ എന്താ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കേരളത്തിൽ റാത്തീബ്. ഇനി അഥവാ റാത്തീബോ അല്ലെങ്കിൽ നേർച്ചയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഢ്യന്തരമോ ഒരു മുസ്ലിം നേതാവിൻ്റെ പേരിൽ ചെയ്യണമെങ്കിൽ അവരെക്കാളും 10 മടങ്ങ് അള്ളാഹിലേക്ക് അടുത്ത അബൂബക്കറിൻ്റെ പേരിലല്ലേ ചെയ്യേണ്ടത്, ഉമറിൻ്റെ പേരിലല്ലേ ചെയ്യേണ്ടത്, ഉസ്മാൻ്റെ പേരിലല്ലേ ചെയ്യേണ്ടത്, അലിയുടെ പേരിലല്ലേ ചെയ്യേണ്ടത്? വലിയ വലിയ നേതാക്കളുടെ പേരിൽ നാം ഇത് കേൾക്കാറില്ല, കാണാറില്ല. പിന്നെയോ വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വഹി കട്ടായിട്ട് 500 കൊല്ലം കഴിഞ്ഞ ശേഷം ജീവിച്ച വ്യക്തിയുടെ പേരിലാണ്. എന്താ കാരണം? അവിടുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇത് കൊണ്ടുവന്നത് ഷിയാക്കളാണെന്ന്. കാരണം ഈ ഷിയാക്കൾ, ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, മമ്മൂട്ടി ഉപയോഗിച്ച ലുങ്കി എന്ന് പറയുമ്പോൾ വാങ്ങാൻ ആളെ കിട്ടുമെന്ന് മനസ്സിലാക്കി ലുങ്കിയുടെ പേരിൽ മൂപ്പരുടെ പേരും എഴുതി ലുങ്കിയുടെ മീതെ മൂപ്പരുടെ പേര് എഴുതി വിടുന്നത് പോലെ ഷിയാക്കൾ എന്ത് കാട്ടി? ഷിയാക്കളെന്ന് പറയുന്ന റാഫിദികളായ നമ്മുടെ ശത്രുക്കൾ എന്ത് കാട്ടി? സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി സുന്നികൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിൻ്റെ പേരിൽ പുസ്തകങ്ങൾ എഴുതി വിട്ടു. അങ്ങനെയുള്ള കെട്ടുകഥകളിലൂടെ വന്നതാണ് നാം ഇപ്പോൾ. സമയം അതിക്രമിച്ചോ?